പള്ളിക്കര പഞ്ചായത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിലെ വ്യാപകമായ ക്രമക്കേടിനെതിരെ കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാൻ നോക്കുന്നവരെ പെരിയാർ റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് സുകുമാരൻ പൂച്ചക്കാട്, സത്യൻ പൂച്ചക്കാട്, സാജിദ് മൗവൽ, സാലി ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. പഞ്ചായത്തിന് മുന്നിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി തച്ചങ്ങാട് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4-5 വർഷക്കാലമായി ഈ പഞ്ചായത്തിനകത്ത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുമ്പോൾ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായി 1-2 മാസത്തെ പ്രവർത്തനത്തിൽ മുൻകൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞു. അതിനെതിരെയാണ് ശക്തമായി ഈ സമരം സംഘടിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വിപ്ലവാത്മകമായ ഒരു പരിപാടിയാണ്. ശ്രീ മൻമോഹൻ സിംഗിന്റെ കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പിലാക്കിയ അതിബൃഹത്തായ ഈ പദ്ധതി എന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉടനീളം അവരുടെ പാർട്ടി പരിപാടിയായി മാറ്റിയിരിക്കുന്നു. ആയിരക്കണക്കിന് കോടി ഉറുപ്പികയാണ് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കൂടി ഓരോ പഞ്ചായത്തിലും ചെലവഴിക്കുന്നത്. ആ ചെലവഴിക്കുന്ന തുകക്ക് പ്രത്യേക കണക്ക് വെക്കണം എന്നാണ് വ്യവസ്ഥ. ഓരോ മേസ്ത്രി മാറ്റിന്റെ കീഴിൽ മസ്റ്റർ തയ്യാറാക്കിക്കൊണ്ട് എത്ര ജോലി ചെയ്തു എന്ന് വ്യക്തമായി കണക്ക് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഈയിടെ പരിശോധിച്ച് നോക്കിയപ്പോൾ ജോലി ചെയ്യാതെ ജോലിക്ക് പോകാത്ത ആളുടെ പാസ്ബുക്കിൽ ജോലി മസ്റ്ററോളിൽ ഹാജറിട്ടുകൊണ്ട് 150 രൂപ ഒരു ദിവസത്തെ വേതനം, അങ്ങനെ 1-2 ഹാജർ സൗജന്യമായി കൊടുത്തുകൊണ്ട് 300 രൂപ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന സംഘടനയായ DYFIയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയായി കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും. അത് ഒറ്റൊരു കാര്യമാണ്. ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന് വ്യക്തമായ ചട്ടങ്ങളും നിയമങ്ങളുമുണ്ട്. ആ ചട്ടങ്ങളും നിയമപ്രകാരം ഇവിടെ 4-5 വർഷക്കാലമായി ഈ പഞ്ചായത്തിനകത്ത് നടക്കുന്നില്ല. അത് പരിശോധിച്ച് നമുക്ക് ഒരു അന്വേഷണ വിധേയമാക്കി അതിൽ നടന്ന അഴിമതിയെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി കഴിയണം. ഞങ്ങൾക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ബോർഡിന്റെ സമയത്ത് ഈ 5 വർഷക്കാലം പള്ളിക്കര പഞ്ചായത്തിൽ നടന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെലവിട്ട പണം, ആ പണത്തിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ആ വ്യാപകമായ ക്രമക്കേട് ഒരു വിജിലൻസ് അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി കഴിയൂ. മറ്റൊന്ന്, ഗ്രാമസഭയിൽ വെച്ചാണ് ഓരോ പ്രവൃത്തിയുടെയും മോണിറ്ററിംഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നത്. ആ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ പ്രതിപക്ഷത്തിലെ ഒറ്റൊരാളെ പോലും എടുക്കാറില്ല. എന്റെ 20ാം വാർഡിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ജയശ്രീ മാധവൻ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. പക്ഷേ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ ജയശ്രീ മാധവനില്ല. അവരുടെ വ്യാപകമായ ക്രമക്കേട് കണ്ടുപിടിക്കും എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജയശ്രീ മാധവനെ അതിൽ നിന്നും ഒഴിവാക്കിയത്. പഞ്ചായത്തിന്റെ രേഖ പരിശോധിച്ചാൽ ജയശ്രീ മാധവൻ മോണിറ്ററിംഗ് കമ്മിറ്റിയിലുണ്ട്. പക്ഷെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ ആ കണക്ക് പരിശോധിക്കുമ്പോൾ ജയശ്രീയെ വിളിക്കാറില്ല. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ VV കൃഷ്ണൻ 5ാം വാർഡിലാണ്. ആ 5ാം വാർഡിൽ ഗ്രാമസഭയിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിലേക്ക് VV കൃഷ്ണനെ തെരഞ്ഞെടുത്തിരുന്നു. ലിസ്റ്റ് വരുമ്പോൾ VV കൃഷ്ണനില്ല. എന്തുകൊണ്ട്? സത്യസന്ധമായി ഇതിന്റെ പ്രവൃത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ ആര് വന്നാലെന്തേ? അപ്പോൾ വ്യാപകമായ ക്രമക്കേട് കഴിഞ്ഞ പഞ്ചായത്ത് ബോർഡിന്റെ സമയത്ത് ഈ പള്ളിക്കര പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട്. അതിന് ശക്തമായ ഒരു പ്രക്ഷോഭ പരിപാടികളുമായി നമുക്ക് ചിലപ്പോൾ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്.
മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MP M ഷാഫി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കരിച്ചേരി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, ജയശ്രീ മാധവൻ എന്നിവർ സംസാരിച്ചു.